എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ വീഡിയോസിനകത്ത് ഒരു തികച്ചും വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോസാണ്. കാരണം ഇത് കണ്ടില്ലേ, എൻ്റെ പുറകിൽ ഒരുപാട് ആളുകൾ, അറിയപ്പെട്ട ആളുകളാണ് നിൽക്കുന്നത്. നമ്മുടെ എന്നെപ്പോലെ തന്നെ യൂട്യൂബിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് റാഷിദ് മാഷ്. എല്ലാവർക്കും അറിയുന്നതാണ്. ചാനലിലെ എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ ഇന്ന് ഞങ്ങളോട് ഒരുമിച്ച് കൂടിയിട്ട് ഉള്ളത് എന്തിനാ എന്നുള്ളത് പ്രത്യേകിച്ച് റാഷിദ് മാഷ് പറയുന്നതാണ്. എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയുള്ളത് ഞങ്ങളിപ്പോൾ കോട്ടക്കൽ വാപ്പുട്ടി മാഷിന്റെ ക്ലാസ്സിലാണുള്ളത്. അതായത് കാൻഗിഡോ അസോസിയേഷൻ, കാൻഗിഡോ എന്ന് പറഞ്ഞിട്ടുള്ള വിയറ്റ്നാമീസ് മാർഷൽ ആർട്സ് ആയിട്ടുള്ള കാൻഗിഡോ നമ്മളിപ്പോൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ റഫറി സെമിനാർ ആയിരുന്നു ഇന്ന്. റഫറി ജഡ്ജസ് ആൻഡ് കോച്ച് സെമിനാർ ആയിട്ട് അതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ഹെൽപ്പുകളും വേണ്ടി, അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ട് നമ്മൾ വാപ്പുട്ടി മാഷ് ഇവിടെ ഒരുക്കി തന്നിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ നിൽക്കുന്നത് ഇത് സ്റ്റേറ്റ് കാൻഗിഡോ അസോസിയേഷന്റെ കോച്ചാണ്. അതുപോലെ തന്നെ ഇത് റസാഖ് മാഷ് സ്റ്റേറ്റ് കാൻഗിഡോ അസോസിയേഷന്റെ സെക്രട്ടറി ആണ്. അതുപോലെ തന്നെ ഇത് ടെക്നിക്കൽ ഡയറക്ടറാണ്. ഇത്രയും ആളുകൾ. അപ്പൊ ഇവരെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളിലേക്ക് 1981 ഫ്രാൻസിൽ വെച്ച് ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള വിയറ്റ്നാമീസ് മാർഷൽ ആർട്സ് ആയ കാൻഗിഡോന്റെ സ്റ്റേറ്റ് ആൻഡ് റഫറി ജഡ്ജസ് ആൻഡ് അതുപോലെ തന്നെ ബ്ലാക്ക് ബെൽറ്റ് ക്യാമ്പാണ് ഇന്ന് ഇവിടെ ബാബുട്ടിന്റെ ക്ലാസ്സിൽ വെച്ചിട്ട് ഇവിടെ നടന്നിട്ടുള്ളത്. കാൻഗിഡോ അസോസിയേഷന്റെ സ്റ്റേറ്റ് ലെവലിലുള്ള റഫറി കണ്ടീഷൻസും അതുപോലെ തന്നെ സെമിനാറിന്റെ വീഡിയോസ് നിങ്ങൾക്ക് വൈകാതെ നിങ്ങൾക്ക് കാണാം. പരിപാടി ആരംഭിക്കുകയാണ്. അസോസിയേഷന്റെ ഭാരവാഹികൾ ഈ കോട്ടക്കൽ ഷോട്ടോക്കാൻ ക്ലബിൽ വെച്ച് നടത്തപ്പെടുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, കോഴിക്കോടിലെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് ആരോടും വിശദമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പല ചാമ്പ്യൻഷിപ്പുകളും ഒരുപാട് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കാര്യങ്ങൾ അത് PDA ആണ് വിഷയം കിട്ടിയിട്ടുള്ളത്. സ്റ്റുഡന്റ് എന്ന കാഴ്ചപ്പാടിന് നമ്മൾ മുന്നോട്ട് പോകണം. ഒരു കുട്ടിക്ക് അർഹമായിട്ടുള്ള ഒരു വിജയം. ഇതിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഒരു ഫംഗ്ഷന് ഒരു ടൈമൊന്നും നമുക്കില്ല. സ്റ്റുഡൻസ് ആരാണോ പോയിന്റ് എടുത്ത് കിട്ടി അയാളാണ് നമ്മുടെ സ്റ്റുഡൻസ്. ഓക്കെ, അതൊക്കെ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യാം. നമ്മളെല്ലാവരും എത്തിയിട്ടുള്ളത് കാൻഗിഡോ അസോസിയേഷന്റെ റഫറി സെമിനാറിലാണ്. വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, എല്ലാവരും പഠിക്കേണ്ടതുണ്ട്. കാരണം ഒരു ഇതിന്റെ റൂൾസുകൾ നമ്മൾ കറക്റ്റ് പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ കാലാവസ്ഥ ഷീറ്റാണ്. അപ്പൊ അതിന്റെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് സമയം കളയാതെ നമുക്ക് എന്ത് ചെയ്യാൻ കൂടുതലായിട്ട് ഞാൻ പറയാനൊന്നുമില്ല. നമ്മള് എല്ലാവരും ഒന്നിച്ചു നിന്നാലേ ഈ കഥ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കേരളത്തിൽ വിജയിപ്പിച്ചിട്ടാണ്. ഇത് വളരെ വിനയപൂർവ്വം പഠിക്കാൻ ഞാനും ഇവിടെ പോലെ ഒരു വിദ്യാർത്ഥിയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്. കേരളം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്. നമുക്ക് തന്നെ ബാബുട്ടി സാറ് വേൾഡ് ഓർഡർ കൂടെയാണ് നമുക്ക് കിക്ക് ബോക്സിംഗ് കോച്ചാണ്, ഷോട്ടോക്കങ്ങയുടെ കോച്ചാണ്. അതുപോലെ നല്ലൊരു കോച്ചാണ് കേരളത്തിലെ ഷോട്ടോക്കങ്ങയുടെ. ഒരുപാട് സ്റ്റുഡൻസും സ്കൂൾസും അവരുടെ ക്ലാസ്സുണ്ട്. ഓക്കെ, ആരെ ഞാൻ പരിചയപ്പെടുത്തിയാണ്. രണ്ടു പേർക്ക് സംസാരിക്കുക ബാബുട്ടി മാഷിനാണ്. വിദ്യാർത്ഥിയാണ്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഈ കാൻഗിഡോ അസോസിയേഷന്റെ ഈ റഫറി സെമിനാറും അതുപോലെ തന്നെ ബ്ലാക്ക് ബെൽറ്റ് സർട്ടിഫിക്കറ്റ് വിതരണ പ്രോഗ്രാമും നമ്മുടെ കോട്ടക്കൽ അക്കാദമിയിലേക്ക് വന്നു എന്നതിൽ വളരെയധികം സന്തോഷത്തിലാണ്. ഓരോ കുട്ടി അത്രയും കഠിനാധ്വാനം ചെയ്തിട്ടാണ് ആ കുട്ടി ഒരു സബ് ജില്ലയാണെങ്കിലും നമ്മുടെ റഫറി ജഡ്ജി എന്ന് പറയുമ്പോൾ അവരെടുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുക്കുന്നത്. എൻ്റെ പേര് ഷംഷീർ.
ഞാൻ കണ്ണൂർ AMA ആർട്ട് ഓഫ് മോഷൻ അക്കാദമി മെമ്പറാണ്. കുറച്ചു കാലമായിട്ട് കരാട്ടെ ഫീൽഡിലുണ്ട്. കരാട്ടെ ഫീൽഡിലാണ് ഇതുവരെ. ബുഡോക്കാൻ കരാട്ടയിലാണ്. ഇതുവരെ വർക്ക് ചെയ്തിരിക്കുന്നത്, ഇതുവരെ കളിച്ചിരിക്കുന്നത് കരാട്ടെ ഫീൽഡ് മാത്രമാണ്. കഴിഞ്ഞ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ 14 ഗോൾഡ് മെഡലും അതുപോലെ തന്നെ DMA ക്ലബിലെ റസാഖ് മാസ്റ്റർ സ്റ്റുഡൻ്റാണ്. അവിടെ ജൂഡോ, റെസ്ലിംഗ്, ബോക്സിംഗ്, വുഷു ഇങ്ങനെയുള്ള കോമ്പറ്റ് കോഴ്സുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് അറിയുന്നില്ല, പക്ഷേ അതിനെ കുറച്ച് വിശദമായിട്ട് പഠിക്കാൻ വിചാരിച്ചിട്ടാണ് ഉള്ളത്. താങ്ക് യു. കഴിഞ്ഞ കൊല്ലം നാഷണൽ ഗോൾഡ് മത്സരത്തിന് പങ്കെടുത്തിട്ടായിരുന്നു. ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. സ്റ്റുഡൻറ്റാണ്. നിലവിൽ കളരി, തൈക്കോണ്ടോ, കുംഫു, ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. 14 കുട്ടികളും മെഡൽ അടിച്ചിട്ടുണ്ട്. കളരി, തൈക്കോണ്ടോ അതുപോലെ തന്നെ കുംഫു എന്ന ക്ലാസ്സിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റുഡൻ്റാണ്. കുഞ്ഞുകളി നാഷണൽ ലോട്ടറി സെമിനാർ ചെയ്തതാണ്. മലപ്പുറം വളാഞ്ചേരിയാണ് വീട്. വ്യൂമ അക്കാദമി എന്ന അക്കാദമിയുടെ പേര്. എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് കോണിക്കടവിൽ PSMO കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത്. കോണിക്കട സർട്ടിഫിക്കറ്റ് ഈ വർഷം കോഴിച്ചയാണ് സന്ദേശം. ഞാൻ ബാപ്പുട്ടി മാസ്റ്റർ സ്റ്റുഡൻ്റാണ്. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പേടിയൊന്നുമില്ല. കാരണം വെച്ചാൽ 1, 2, 3 മണിക്കൂർ ഞാൻ സംസാരിക്കാറുണ്ട്. കാരണം ഞാനൊരു കമ്പ്യൂട്ടർ അധ്യാപകൻ കൂടിയാണ്. എൻ്റെ അധ്യാപകനായിട്ടുള്ളത് നമ്മുടെ ബാപ്പുട്ടി മാസ്റ്റർ തന്നെയാണ്. 2 മേഖലയിലും മാസ്റ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരുപാട് ഒരു 27 അവാർഡ് വാങ്ങിയ ഒരു അധ്യാപകനാണ് എൻ്റെ ബാപ്പുട്ടി മാസ്റ്റർ. സ്റ്റേറ്റ് അവാർഡ് എനിക്കറിയുന്നുണ്ടാകും. കഴിഞ്ഞ സ്കൂൾ ഗെയിംസ് ഇവിടെ സിന്തറ്റിക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടന്ന ആ ലോക മത്സരത്തിൽ 127 എണ്ണിൽ നിന്ന് കേരളത്തിലുള്ള ആർട്ടിസ്റ്റുകളിൽ നിന്ന് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഒരാളാണ് ബാപ്പുട്ടി മാസ്റ്റർ. അപ്പോൾ അതുപോലെ വേൾഡ് റെക്കോർഡ് കുബുഡോ സെക്കൻഡ് കഴിഞ്ഞ 1 മാസം മുമ്പ് നേടി. ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉള്ള ഒരു അധ്യാപകന് കീഴിൽ എനിക്ക് അഭ്യസിക്കാൻ കിട്ടിയതിൽ വളരെ സന്തോഷമാണ്. വടകര അക്കാദമിയിലാണ്. ഓഫീസർ സ്റ്റുഡൻ്റാണ്. കഴിഞ്ഞ നാഷണൽ സിൽവർ മെഡൽ. സ്റ്റുഡൻറ്റ് കൂടിയാണ്. 29 വർഷമായിട്ട് ഓഫീസർ കൊടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നേഴ്സിൽ പോയിരുന്നു. കാമിക്കോളി മെഡിക്കൽ കിട്ടിയില്ല. പാലക്കാട് തിരുവനന്തപുരം കളരി തൈക്കൊണ്ടാണ് ടൈക്കോണ്ടോ, വുഷു, ബോക്സിംഗ് എല്ലാതും ഉണ്ടാണ്. ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. 7 പ്രാവശ്യം ക്യുവാനിയുടെ സ്റ്റേറ്റ് നാഷണൽ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. കളരി, കരാട്ടെ, കുൽഫു അങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ട്. ഞാൻ പാലക്കാട് ജില്ല കൊപ്പത്തിൽ നിന്നാണ് വരുന്നത്. ജിംബ്ര മാർഷൽ ആർട്സ് അക്കാദമിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. മാഷ ശിക്ഷണം. ഓക്കെ, താങ്ക് കഴിഞ്ഞ പ്രാവശ്യം ബോക്സിംഗില് നാഷണൽ മെഡലിസ്റ്റ് ആണ്.
വേദിയിലും സദസ്സിലുമായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തിലാണ്. കാരണം വാൻകിഡോ അസോസിയേഷന്റെ ബ്ലാക്ക് ബെൽറ്റ് നേടിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം, അതുപോലെ തന്നെ എന്തായാലും രാവിലെ തൊട്ട് തന്നെ ഇവിടെ അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. രാജ്യത്തുടനീളം പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന നമ്മുടെ വാൻകിഡ അസോസിയേഷന് കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്തായാലും നമ്മളെ എല്ലാവരുടെയും സഹകരണം സപ്പോർട്ട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. കാരണം 9 മണിക്ക് തുടങ്ങിയ ഈ റഫറി സെമിനാർ 4 മണി ആകുന്നവരെ ഇവിടെ നടന്നു. വളരെ ക്ഷീണിതരായിട്ടാണ് കുട്ടികളും. ഒരു മാസ്റ്ററെ കിട്ടി എന്നുള്ളത് എനിക്കും എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ സമ്പത്ത് തന്നെയാണ്. എനിക്കും നമ്മുടെ കോട്ടക്കൽ പ്രദേശത്തിൽ ഒരു സമ്പത്താണ്. വളരെ ഒരു SI സാറിന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ കോട്ടക്കൽ പ്രദേശത്തിൽ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വെറും അസോസിയേഷന്റെ റഫറി സെമിനാറിനെ പുതിയ പുതിയ ആർട്സുകൾ പഠിക്കുകയും വളരെ അപ്ഡേറ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അധ്യാപകനാണ് യൂനുസ് സാർ കരുവാരക്കുണ്ട്. അദ്ദേഹത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ എളിമമായിട്ടുള്ള പറയും, എന്നെ പറ്റി പറയും, നിങ്ങളെ പറ്റി പറയും. അതുപോലെ
പല പ്രചരണങ്ങളും നടത്തി പ്രചരിപ്പിച്ചിട്ടുണ്ട്. പിടിച്ച് ഒരുപാട് ക്ലാസ്സുകളും മറ്റും ഒഴിവാക്കി നമ്മുടെ ഈ അസോസിയേഷന്റെ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നു. വളരെയധികം സന്തോഷം. ഡോക്ടർ യൂനുസ് സാർ കരുവാരക്കുണ്ടിനെ ആർദ്രമായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആവശ്യമില്ല. നമ്മളെ ഈ അവാർഡ് സാർ നമ്മളുടെ ഉഷുവിന്റെ പല കാര്യങ്ങളും നമുക്ക് ഉഷുക്കൾ ചെയ്യുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ അതുപോലെ മീഡിയ എല്ലാ വിശ്വവിദ്യകളെ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് 9 മണിക്ക് നമ്മൾ ലെക്ചർ ആരംഭിച്ചിരിക്കുകയാണ്. ഈ പരിപാടി നമ്മൾ കൂടുതൽ നീട്ടുന്നില്ല. ഞാൻ വളരെ അധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ ബാങ്കുകാരെ രണ്ട് വാക്ക് സംസാരിക്കാം. നമ്മുടെ 3rd ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ മധ്യപ്രദേശ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് കേരള ടീം കഴിഞ്ഞ വർഷം ഉണ്ട്. അതുപോലെ 14 ബ്ലാക്ക് ബെൽറ്റുമാണ് നാഷണലിന്റെ ഹരിയാനയിൽ വെച്ചതാണ്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഹരിയാനയിലുള്ള എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ആദ്യമായി അപേക്ഷിക്കുന്നു. ഒരു 3 നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലത്തെ ചാമ്പ്യൻഷിപ്പുകൾ ഞാൻ സംഘടിപ്പിക്കുന്നുള്ളൂ. പിന്നെ എനിക്ക് മറ്റു ചില പുസ്തകങ്ങൾ പുറത്തേക്ക് വന്നുള്ളതാണ്. എന്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ 2000 തൊട്ട് എന്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം മുതൽ ഞാൻ പരിശീലിക്കുന്നുണ്ട്. ഒരു 2003 പ്രായത്തിൽ മുതൽ 2ാം ബ്ലാക്ക് ബെൽറ്റ് എടുത്തിട്ടുണ്ട്. കുങ്ഫുവിൽ 2nd ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറെ കാലം തൈക്കോട് എല്ലാം ഒരുമിച്ച് തന്നെ തൈക്കോടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. തൈക്കോടെ ഞാൻ റെഡ് ബെൽറ്റ് വരെ പോയിട്ടു. സാൻഷോട് ഞങ്ങൾ എല്ലാവരും കളിക്കുന്ന സാൻഷൻ ഇടിയെല്ലാം കൊണ്ട് പിന്നെ ഫൈറ്റ് ചെയ്യും നല്ല രീതിയിൽ. പക്ഷെ ഇടിയെല്ലാം കൊണ്ട് പോലും ഒറ്റ മെഡൽ പോലും കിട്ടില്ല. അപ്പോൾ ഒരു പുറകെ പോയത് കൊണ്ടാണ് ഞാൻ പിന്നീട് എനിക്ക് മാറി നിൽക്കേണ്ട ഒരു ഇത് വന്നതാണ്. ഞാൻ മാർഷൽ ആർട്സ് പഠിച്ചിട്ടില്ല, അതിന്റെ ഒരു താല്പര്യത്തിലുണ്ടായിരുന്നു. എന്നിരുന്നാലും എനിക്ക് ഏകദേശം കേരളത്തിൽ ഒരുപാട് മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന അധ്യാപകരുമായിട്ട് നല്ല ബന്ധം, നല്ല സുഹൃബന്ധം. ഒന്നും തിരിച്ചു കെട്ടി സ്വന്തം കഴിവുകൾ പഠിപ്പിച്ച് ലഹരി വിരുദ്ധ നല്ലൊരു പ്രസന്റാണ്. അപ്പൊ ഈ പരിപാടി ഞാൻ സർവീസ് കയറി. ഞാൻ 12 വർഷം സർവീസായി. ഏകദേശം 2014-15 കാലഘട്ടത്തിൽ വാപ്പുട്ടി മാഷ് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവിടെ നിരവധി മാർഷൽ ആർട്സിന്റെ അധ്യാപകരുണ്ട്. അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കലും നല്ല സുഹൃത്തുക്കൾ പുലർത്തലും നല്ല നല്ല ആശയങ്ങൾ ഒന്നും അയക്കുന്നുണ്ടായിരുന്നു. ഏന്തി നോക്കുമ്പോ കയ്യുകാലം കൊണ്ട് ചടുപടി പരിപാടിയാണ്. ഞാൻ വീട്ടിൽ പോയിട്ട് അച്ഛനോട് പറഞ്ഞേ എനിക്കിങ്ങനെ കരാട്ട പഠിക്കണം. അച്ഛനോട് പറഞ്ഞു കയ്യും കാലം ഒടിയും, നീ പഠിക്കേണ്ട. സ്റ്റോപ്പായിട്ടുള്ള സ്ഥലത്ത് കിടന്നിട്ട് കൈയൊക്കെയാണ് ഇരിക്കുന്നത്. ഞാൻ +2 പഠിക്കുമ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ ഈ ചാടി പഠിച്ചു. ഫുട്ബോൾ കളിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രീ ഉള്ള സമയത്ത് ബോൾ പിടിക്കുന്നത്. ബോൾ പിടിച്ചിട്ട് ഞാൻ പുറം കുത്തിയിട്ടിരിക്കും ഒറ്റയ്ക്ക്. അപ്പൊ എനിക്ക് ഭയങ്കര താല്പര്യം. ഞാനിപ്പോ എന്നെ കൂടാനുള്ള റസാഖ് മാഷിന്റെ സ്റ്റുഡൻസിനോട് ഞാൻ പറഞ്ഞു, ഞാൻ നിന്ന് തന്നു ഒറ്റയ്ക്ക് ഒരു മാസത്തിൽ. ആ കോൺഫിഡൻസ് എനിക്ക് ഇതിനകത്ത് കുറെ എന്റെ കൂടെ പഠിച്ചിട്ടുള്ള ആൾക്കാര് എന്റെ ഒരു നമ്മൾ പഠിക്കുന്നത്. ഈ സാധനങ്ങൾ പഠിച്ചാൽ നമുക്ക് എല്ലാ ഭാഗത്തും എത്താൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇതിന്റെ ഇപ്പൊ ഇതിന്റെ ബെൽറ്റിന്റെ സ്റ്റേജ് ഒന്നും അറിയില്ല. ഓറഞ്ച് യെല്ലോന്റെ ഏട്ടന്റെ മക്കൾ പഠിക്കുന്നുണ്ട്. ഓറഞ്ച് യെല്ലോ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ പകുതി വഴിക്ക് നമ്മളിത് പഠിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യം എനിക്ക് അന്ന് ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പഠിക്കാൻ. വളരെ വിശാലവിസ്തൃതമായി ഓരോരുത്തരെയും പരിചയപ്പെടുത്തി ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച സഹോദര തുല്യനായ സുഹൃത്ത് പ്രിയപ്പെട്ട വാപ്പുട്ടി മാസ്റ്റർ കോട്ടകൽ, അതുപോലെ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടും ഔദ്യോഗിക മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന അരുൺകുമാർ സാർ,
അതിലൊക്കെ വേദിയിൽ സദസ്സിലിരിക്കുന്ന കേരള ആയോധനകലയുടെ ഞാൻ മനസ്സിലാക്കുന്നു. ആയോധനകലയുടെ മേഖലയിൽ ഏകദേശം 3 പതിറ്റാണ്ടുകളായി എല്ലാവരും വിധം സമർപ്പണവും സഹകരണവും പ്രവർത്തനവും ഒക്കെ നൽകുന്ന ഒരാൾ എന്നുള്ളതിൽ ഇങ്ങനൊരു പരിപാടി വെച്ചപ്പോൾ പ്രിയപ്പെട്ട റസാഖ് മാഷും ബാപ്പുട്ടി മാഷും ഒക്കെ എന്നെ വിളിച്ചു. നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ നിങ്ങളിൽ ഒരാളായി ഇവിടെ വന്നു എന്ന് മാത്രം. നിങ്ങളെ കണ്ടതും നിങ്ങളുമായി ചേർന്ന് നിൽക്കാനും ഒരുമിച്ച് നിൽക്കാനും ഒക്കെ സാധിച്ചത് തന്നെ വലിയ സൗഹൃദത്തിൽ നിങ്ങളൊക്കെ ഈ യൂണിഫോമിലും ഈ വേഷത്തിലും കാണുമ്പോൾ അനൽപമായ സന്തോഷവും ചാരിതാർത്ഥ്യവുമാണ് എനിക്കുള്ളത്. കാരണം ഈ ഭൂരിഭാഗം ആളുകളും സദസ്സിലിരിക്കുന്ന, ഞാൻ സ്റ്റേജിനെ കുറിച്ചല്ല പറയുന്നത്, ഇവിടെ സദസ്സിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഞാൻ പരിചയമില്ലാത്ത ആളുകളാണ്. പരിചയമില്ലാത്ത ആളുകളായിട്ട് പോലും റഫറി സെമിനാറിൽ, റഫറി എന്ന് പറഞ്ഞാൽ റഫറിയുടെ ദൗത്യം വളരെ വലുതാണ്. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. എന്റെ അധ്യാപകൻ എന്നോട് എപ്പോഴും പറയും, ചെയ്യുന്നതാണ് ഒരു മത്സരത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിത. അങ്ങനെയുള്ള റഫറിമാരായി മാറട്ടെ നിങ്ങൾ എന്നാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് ആശംസിക്കാനും നിങ്ങളോട് അഭിപ്രായം പറയാനുള്ളത്. ഉപദേശിക്കാൻ ഞാൻ അർഹനല്ല, അതുകൊണ്ട് ഉപദേശിക്കുന്നില്ല. എന്നാലും ഇപ്പൊ ഞാനും റഫറിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ റഫർ ചെയ്യുമ്പോൾ ഇൻസ്ട്രക്ടർമാരുണ്ടോ? അവർ പക്ഷേ റഫറി ആവാനോ ജഡ്ജ് ആവാനോ യൂണിഫോം ഇട്ടില്ല. അവര് പോകുമ്പോൾ തന്റെ സ്റ്റുഡൻസിനെ ഡയറക്റ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും. പക്ഷെ അവർക്ക് ഇതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവും. അവരെ ഞാനും ഒരു റെക്കോർഡുള്ളോ ഗ്രൂപ്പുള്ളോ വെച്ച് നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം പറയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലായെങ്കിൽ പിന്നീട് അവിടെ നിന്നുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും. കാരണം കോൺഫിഡൻസ് നഷ്ടപ്പെട്ടതല്ലേ, പെർഫോമൻസിൽ ഒരു തരത്തിലുള്ള വ്യക്തതയുണ്ടാവില്ല. അപ്പൊ കൃത്യമായ ദിശയിലേക്ക് അല്ലെങ്കിൽ കൃത്യമായ രൂപത്തിൽ ഫൈറ്റ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയും ഫൈറ്റ് ചെയ്യാതിരിക്കുന്ന വളരെ എന്താ പറയാ വെറുതെ ടൈമിങ്ങനെ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഫൈറ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അവരെ വീണ്ടും ഫൈറ്റ് ചെയ്യിപ്പിക്കുകയും നിയമാനുസൃതമായി മത്സരത്തെ റൺ ചെയ്ത് കൊണ്ടുപോകുന്ന പലതാണ്. നിങ്ങൾ നേരുമായേക്കാം, പക്ഷേ റിംഗിലേക്ക് ആകേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ മൗത്ത് റഫറി ആകേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ സ്റ്റേഡിയം ജഡ്ജ് ആകേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ചീഫ് ജൂറി ആകേണ്ടി വന്നേക്കാം. നമ്മൾ മനസ്സിലാക്കും ഈ വളരെ ആത്മാർത്ഥമായിട്ട് അത് മാത്രമാണ് നിങ്ങളോട് ധരിപ്പിക്കാനുള്ളതും നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളതും അഭ്യർത്ഥിക്കാനുള്ളതും. അതിനാവശ്യമായിട്ടുള്ള ഡയറക്ഷൻ ആരാണോ നിങ്ങളോട് പറയുമെങ്കിൽ അവരോട് ചോദിച്ചു. ചീഫ് എക്സാമിനേഴ്സ് വന്നു ടെസ്റ്റിലാണ് നാഷണൽ ജഡ്ജി സെമിനാർ. അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തികൾ, അതുപോലെ ചെയ്യുന്ന ആള് അല്ലെങ്കിൽ മാർഷൽ ആർട്സ് ട്രെയിനർ എന്ന് പറയുന്നതാണ് ഇഷ്ടം. ഇപ്പോ ദുബായ് നോക്കി കാണുന്നത് വളരെ വലിയൊരു വ്യക്തിത്വം എന്നുള്ള രീതിയിലാണ്. നമ്മുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡോജോയിലേക്ക് ഒരു കുട്ടിയെ കൊണ്ടുവരുന്ന സമയത്ത് അക്കാദമിയിൽ ഉള്ള സമയത്ത് അഡ്മിഷൻ എടുക്കാൻ വന്നിരുന്ന ഒരു കുട്ടി 9 വലിയ മാർഷൽ ആർട്സിൽ വന്നതോടുകൂടി ആ കുട്ടിക്ക് എന്ത് ചെയ്യാണ് അതിന്റെ ചേഞ്ചസ് വന്നോളുകയാണ്. അപ്പൊ ഓരോ പാരന്റ്സും പല മാറ്റങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ കുട്ടീനെ നമ്മുടെ ഡോജോയിൽ. ആ കാലഘട്ടത്തിൽ ഈ ഫിലിപ്പിന്റെ കേരളത്തിലുള്ള ആർട്ടിസ്റ്റുകളില്ലേ, വൈദ്യുതി ആർട്ടിസ്റ്റ് കേരളത്തിൽ ഔട്ട് ഓഫ് കേരള കുറിച്ചിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. പക്ഷെ ഭൂരിഭാഗം മാർഷൽ ആർട്സും നമ്മളിവിടെ ഇല്ല, കേരളത്തിൽ ഇല്ലാത്ത മാർഷൽ ആർട്സ് ആണ്. എല്ലാ യൂറോപ്യൻ കൺട്രിയിലും ഉള്ള ഫ്രൂട്ട്സ് ഡയറക്റ്റ് നമ്മുടെ കൊച്ചിൻ പോർട്ട്, മുംബൈ പോർട്ട്, ചെന്നൈ പോർട്ടിന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലുടനീളം സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി. ഞാനും പ്രസിഡന്റ് ശങ്കരാത്മൻ. അപ്പോൾ ഞാനവിടെ പോയി അവിടുത്തെ കുംഫു ക്ലാസ്സുകളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഒരു 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് താമസിച്ചിട്ടുണ്ട്. രീതിയിൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഏകദേശം പഠിച്ചു. ഇത് പ്രാക്ടിക്കൽ ചെയ്യേണ്ടതുണ്ട്, പല ആളുകൾക്കും അറിയുന്നതാണ്. എങ്കിലും പ്രസംഗത്തിന് പ്രസക്തിയില്ല. എന്നെ മുന്നേ സംസാരിച്ചവരൊക്കെ ഒരു ക്ലാസ് എടുക്കുന്ന രീതിയിൽ നമ്മളാരെയും ബോർഡിൽ കേൾക്കാത്ത രീതിയിലാണ് നമ്മളെ സംസാരിച്ച എല്ലാ ആൾക്കാരും സംസാരിച്ചത്. ഒറ്റവാക്കി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും സഹകരണത്തിന് പ്രത്യേകം നന്ദി.
ഫ്രീ സെമിനാർ, അതിനു വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മാസ്റ്ററും നമ്മുടെ കാൻകിഡോ അസോസിയേഷന്റെ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട റസാഖ് മാസ്റ്റർ നമ്മോട് ഇന്ന് ഇത്രയും ഒരുപാട് ക്ലാസ്സുകൾക്ക് കേരള സ്റ്റേറ്റ് കാൻകിഡോ വൈസ് പ്രസിഡന്റ് അമീർ മാസ്റ്റർ, ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോസ് കണ്ട എല്ലാവർക്കും ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.